എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കുറേയധികം പുതിയ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് DC-യുടെ മാർവലിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ. ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും തുടങ്ങാൻ പോവുക എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ ആരെയും ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് എന്താണെങ്കിലും ഒരു ആഗ്രഹത്തിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാമല്ലോ. അതേപോലെ ഒരു ആഗ്രഹിച്ചൊരു വ്യക്തി തന്നെയാണ് ബിൽ സ്കാർസ്ഗാർഡ്. പുള്ളിക്കാരൻ ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, DC-യിൽ പുതിയ ജെയിംസ് ഗണ്ണിന്റെ DC-ക്കകത്ത് ജോക്കറിന്റെ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട്. പുള്ളിക്കാരൻ അതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ആ റോൾ ലഭിക്കുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ പ്ലാൻ ചെയ്ത് വച്ചേക്കുക തന്നെയാണ്. ജെയിംസ് ഗൺ എന്നെ വിളിക്കൂ, ഞാൻ ഓപ്പൺ ആണ്, ഞാൻ പെനിവേസിൻ്റെ ക്യാരക്ടറൊക്കെ എത്ര കിടലനായിട്ടാണ് ചെയ്തതെന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയല്ലേ. സോ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ ആ റോള് പൊളിച്ചെടുക്കുമെന്നൊക്കെയാണ് ബില്ല് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബില്ല് ജോക്കറായിട്ട് വരുന്നതിൽ? അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ ആമസോൺ പ്രൈമിൻ്റെ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഡൾട്ട് ആനിമേറ്റഡ് ഷോയിനെ കുറിച്ചാണ് സംസാരിക്കുക. അതിൻ്റെ ക്രിയേറ്റർ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 8 സീസൺ വരെ ഇത് കൊണ്ടുപോകാനാണ് പുള്ളിക്കാരൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും എന്തായാലും 2030 വരെയൊക്കെ അത് പോവും, 8 സീസണൊക്കെ ആണെങ്കിൽ തന്നെ. ആൻഡ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ക്രിയേറ്ററിന് ഇതൊരു 8 സീസൺ വരെ കൊണ്ടുപോകാൻ എന്താണെങ്കിലും താല്പര്യമുള്ളത് തന്നെയാണ്. സോ ഡ്യൂൺ 3 ഇറങ്ങിയിട്ടില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ എന്താണെങ്കിലും WB ഡ്യൂൺ 4ന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒരു വലിയൊരു മേജർ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡെനിസ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഡെനിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇനി ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് തിരിച്ചു വരാൻ പുള്ളിക്കാരന് താല്പര്യമില്ല. ആൻഡ് ഡ്യൂൺ 3നെ കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ ഒരു ഡ്യൂൺ 4ലേക്ക് വേണ്ടിയിട്ടാണ് അവരെന്താണെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ. സോ എന്താകുമോ എന്തോ എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. വേറെ പുതിയ ഡയറക്ടറിനെ വെച്ച് തന്നെയായിരിക്കും അവരെന്താണെങ്കിലും അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും കൺഫേം ചെയ്യാവുന്നത് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ സിനിമ അവർ ഡിലേ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു പുതിയൊരു രീതിയിലൊരു ഗുഡ് ന്യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാറ്റ് റീവ്സ് പറയുന്നു ഈ വർഷം, അതായത് ഈ 2-3 മാസം കഴിയുമ്പോൾ തന്നെ അവരെന്താണെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു ഗുഡ് ന്യൂസ്. പക്ഷെ എന്താണെങ്കിലും സിനിമ അവർ ഡിലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വരാൻ പോകുന്ന വർഷം നമുക്ക് ലഭിക്കുന്നില്ല, മിക്കവാറും 2027 തന്നെയാണ് അവരെന്താണെങ്കിലും സിനിമ പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെയിംസ് ഗൺ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അടുത്തടുത്ത് തന്നെ എല്ലാത്തിൻ്റെയും സീക്വൽ വേണമെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നമുക്കൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ഓരോരുത്തരും മാർവൽ TVയുടെ ഭാഗത്തുനിന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സീരീസ് തന്നെയാണ് ഡെയർഡെവിൾ ബോൺ അഗെയിൻ. ആൻഡ് നമുക്ക് ഫൈനലി ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജാനുവരിയിൽ തന്നെ നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനി കുറേ കാര്യങ്ങൾ എന്താണെങ്കിലും ഡെയർഡെവിൾ ബോൺ അഗെയിനകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെയാണ്. ആൻഡ് ഒരു ട്രെയിലർ കൂടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത് മാർവലിന് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്താണെങ്കിൽ ജാനുവരി തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു ഡേറ്റ് ഒന്നും അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ ജാനുവരിയിൽ നമുക്ക് എന്താണെങ്കിലും ട്രെയിലർ ലഭിക്കുന്നത് തന്നെയാണ്. കാരണം ഈ വർഷം തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്, അത് മറ്റൊരു കാര്യം തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡെയർഡെവിളിന്റെ ഈ ഒരു സീരീസിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റോറി അവർ ഡൂംസ്ഡേയിലേക്കും കൂടി കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഈ ഒരു സ്റ്റോറി പ്ലോട്ട് ലൈന് അങ്ങനെ തന്നെ എന്താണെങ്കിലും നമുക്ക് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് അടക്കം ഇനി വരാൻ പോണ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ആൻഡ് സീരീസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മാർവൽ മറ്റൊരു കാര്യം കൂടി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർവൽ ടെലിവിഷന്റെ അണ്ടറിൽ തന്നെ ഡെയർഡെവിൾ പോലെ തന്നെ പനിഷറിന്റെ സീരീസിന്റെയും പുതിയൊരു റീബൂട്ട് അവരെന്താണെങ്കിലും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് അതിന്റെ ഫസ്റ്റ് സീസൺ മാത്രമേ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ സീസൺ 2 ഇപ്പോൾ നമുക്ക് ഈ ഡെയർഡെവിൾ ലഭിക്കുന്ന പോലെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ആൻഡ് പനിഷറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മാർവലിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള നോവയുടെ ഒരു ലൈവ് ആക്ഷൻ സീരീസും കൂടി നമുക്ക് ലഭിക്കാൻ പോകാന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. NILS ആയിരിക്കും അതിനകത്തുള്ളൊരു മെയിൻ വില്ലൻ എന്നുള്ളൊരു അപ്ഡേറ്റും കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ മാർവൽ ടെലിവിഷനിലേക്ക് നോക്കിയാൽ നമുക്ക് എന്താണെങ്കിലും കുറേയധികം കിടിലൻ സീരീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ലതാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുപോലെ തന്നെ നമുക്ക് WBയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മെട്രിക്സ് സിനിമയുടെ ആ ഒരു ടോട്ടൽ ഫ്രാഞ്ചൈസ് അവർ റീബൂട്ട് ചെയ്യാൻ പോകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണേ. പക്ഷേ നമ്മുടെ ബൂഗി മാൻ ഇതിനകത്ത് മിക്കവാറും തിരിച്ചു വരുമെന്ന് എന്താണെങ്കിലും തോന്നുന്നില്ല. കിയാനു റീവ്സ് ആയിരിക്കില്ല, പക്ഷേ കിയാനു റീവ്സിന് പകരമായിട്ട് നിയോനെ ചെയ്യാൻ പോകുന്നത്
വിൽ സ്മിത്ത് ആയിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് റീസെൻ്റ്ലി വിൽ സ്മിത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ ഒറിജിനലി ഈ നിയോന്റെ ക്യാരക്ടറിനെ വിൽ സ്മിത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വാർണർ ബ്രോസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് വിൽ സ്മിത്ത് റിജക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് കിയാനു റീവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മിക്കവാറും വിൽ സ്മിത്ത് തിരിച്ച് മെട്രിക്സിലേക്ക് വരും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ലാസ്റ്റ് ഇറങ്ങിയ സിനിമ വലിയ പോരായിരുന്നു. സോ അവർ റീബൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും കിയാനു റീവ്സ് പുള്ളിക്കാരൻ വേറെ ലെവലാണ്. സോ ഇനി നമുക്ക് മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, പൂണിവേഴ്സിനകത്തുള്ള മോൺസ്റ്റർ അസംബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെ. എന്താണ് പൂണിവേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്നിയുടെ തന്നെ കുറേ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ളൊരു വെർഷൻസ് ആണ് നമുക്ക് എന്താണെങ്കിലും പൂണിവേഴ്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വേഴ്സ് ആകാൻ തുടങ്ങി. മോൺസ്റ്റർ വേഴ്സ് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല, എല്ലാം വേഴ്സ് ആണ്. സോ അതിൻ്റെ അവരുടെ ഒരു അസംബിൾ സിനിമ നമുക്ക് എന്താണെങ്കിലും അടുത്ത് തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പീറ്റർ പാൻ ആയിരിക്കും ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ താനോസ് ലെവൽ വില്ലൻ എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മാർവൽ ടെലിവിഷൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളത് തന്നെയായിരുന്നു. മറ്റൊന്നുമല്ല, ഹോക്കയുടെ സീസൺ 2 അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീസണിനകത്ത് നമുക്ക് എന്താണെങ്കിലും ഹോക്കൈൻ്റെ ചേട്ടൻ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഏതോ ഒരു ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയായിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത്. ആര് ചോദിച്ചിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ സീസൺ 2 വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ സീസൺ 1 ഒറിജിനൽ കാസ്റ്റൊക്കെ റിട്ടേൺ ആവുന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇറങ്ങട്ടെ, അപ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ ഇനി നേരെ നമുക്ക് ഗെയിമിംഗ് സോണിലേക്ക് തന്നെ നമുക്ക് പോകാം. ഗെയിമിംഗ് സോണിൽ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റ്, സീറോ ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിംസ് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോണി പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ഇപ്പോൾ PC-യിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ആൻഡ് ആ ഒരു ഗെയിമിൻ്റെ ആസ്പദമാക്കിയിട്ട് അവരൊരു ലൈവ് ആക്ഷൻ സിനിമ ചെയ്യാൻ പോകുന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ഗോഡ് ഓഫ് വാറിൻ്റെ ആ ഒരു സീരീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് വേണം പ്ലീസ്, ആമസോൺ പ്രൈം. എന്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഗോസ്റ്റ് ഓഫ് ടുഷിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഗെയിമിൻ്റെ ആനിമി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്നാണ് നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ GTA 6 കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. മിക്കവാറും നമുക്ക് ജാനുവരിയിൽ ട്രെയിലർ കിട്ടേണ്ടത് തന്നെയാണ്. ട്രെയിലർ 2 നമുക്ക് എന്താണെങ്കിൽ മിക്കവാറും ജാനുവരിയിൽ കിട്ടേണ്ടത് തന്നെയാണ്. പിന്നെ ചില റൂമേഴ്സ് ഇങ്ങനെയും പറയുന്നുണ്ട് ഗെയിം മിക്കവാറും ഡിലേ ആവും, 2026 ആവും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റൂമേഴ്സാണ്. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ട്രെയിലർ ലഭിക്കട്ടെ, ഇന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നേരെ ഇത്തവണത്തെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ഗോൾഡൻ ഗ്ലോബ്സിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിന്ധ്യ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരിയുടെ കയ്യിലൊരു എൻഗേജ്മെൻറ്റ് റിങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ടോം ഹോളണ്ടും സിന്ധ്യയും അവരുടെ എൻഗേജ്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് ടോം ഹോളണ്ടിനോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സാർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ടോം ഹോളണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്യൂച്ചർ ഫുള്ളി പ്ലാൻ ചെയ്ത് വെച്ചേക്കുക തന്നെയാണ്. അതായതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഞാൻ സ്പൈഡർമാൻ ചെയ്യും, ഞാൻ MCU-നകത്ത് എന്താണെങ്കിലും ഞാൻ ഉണ്ടാവുന്നത് തന്നെയാണ്. എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് എൻ്റെ സിനിമയിലുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഓൾറെഡി എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ടോം ഹോളണ്ട് പറയുന്നത്. നല്ല കാര്യം, ഭയങ്കര വലിയ സ്പൈഡർമാൻ ഇപ്പോൾ ഫാമിലി മാനായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അതാണ് നമുക്ക് ടോം ഹോളണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ്. സ്പൈഡർമാനെ കുറിച്ചിട്ടുള്ളതല്ല, പുള്ളിക്കാരൻ്റെ ഫാമിലി പ്ലാൻ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ഇനി ഫാമിലി പ്ലാൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫൈനലി നമുക്ക് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ടേക്ക് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്ന പോലെ ഉപ്പിട്ടേ നിങ്ങളിത് വിശ്വസിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് തിന്നോണ്ടേ നിങ്ങളിത് വിശ്വസിക്കാവുള്ളൂ. അതായതെന്ന് പറഞ്ഞാൽ മിക്കവാറും മാർച്ചിൽ ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം എന്താണെങ്കിലും സിനിമ അടുത്ത വർഷം ഇറങ്ങേണ്ടത് തന്നെയാണ്. അപ്പോൾ മാർച്ചിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. കാരണം ഇത്രയും കാസ്റ്റ് ഇത്രയും വലിയ സിനിമ ചെയ്യുവാണെങ്കിൽ തന്നെ അവർക്കൊരു 2-3 വർഷത്തെ ടൈം വേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഷൂട്ടിംഗ് തന്നെ മാർച്ചിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കണേ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഞ്ച് ഓഫ് സാൾട്ട്, ആ സാൾട്ട് തന്നെ ഇട്ട് നോക്കണം. കാരണം അതും റൂമേഴ്സാണ് ഒരു രീതിയിൽ തന്നെ. സോ എന്താണെങ്കിലും ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു ചെറിയൊരു റൂമർ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേറെ കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും സീൻസ് നമ്മുടെ RDJയുടെ തന്നെയാണ്, ബാക്കിയുള്ള ആക്ടേഴ്സ് വരും പോകും എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് അന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ആ ഒരു ഷെഡ്യൂളിൽ തന്നെയായിരിക്കും ഒരു ഇതിനകത്തും ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയിൽ ലഭിച്ചിട്ടുള്ള ഷോർട്ട് ന്യൂസ് അപ്ഡേറ്റ്സിനകത്ത് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ആൻഡ് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നത് തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys next episode. Bye.